നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ വന്ന വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. 1 PM ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ റോയ് CJയുടെ മരണത്തിൽ അന്വേഷണം ഏറ്റെടുത്ത് കർണാടക CID. വിശദമായ അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ പരാതിയിലാണ് സർക്കാർ നടപടി. ഹൃദയത്തിലേക്ക് വെടിയുണ്ട തുളച്ചു കയറിയാണ് മരണം സംഭവിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം. ഡോക്ടർ റോയ് CJയുടെ മരണത്തിന് കാരണമായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ആണ് എന്നത് സഹോദരൻ ബാബു CJ ആരോപിച്ചു. ഡോക്ടർ റോയ് CJയുടെ മരണത്തിൽ 5 പേജുള്ള പരാതിയാണ് കോൺഫറൻസ് ഗ്രൂപ്പ് MD TA ജോസഫ് പോലീസിന് കൈമാറിയത്. IT ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തതിന് പിന്നാലെ ഡോക്ടർ റോയ് സ്വന്തം മുറിയിലേക്ക് പോയി. വാതിലകത്ത് നിന്ന് കുറ്റിയിട്ട ശേഷമാണ് സ്വയം വെടിയുതിർത്തത്. ആരെയും അകത്തേക്ക് വിടരുതെന്ന് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. കുറ്റമറ്റ അന്വേഷണത്തിനാണ് കർണാടക സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം മരണകാരണം നെഞ്ചിന്റെ ഇടതുവശത്ത് 5ാം വാരിയലിലൂടെ ഹൃദയത്തിലേക്ക് വെടിയുണ്ട തുളച്ചു കയറിയതാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം. വലത് കൈകൊണ്ടാണ് വെടിയുതിർത്തതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. വെടിയുണ്ട ഫോറൻസിക് വിഭാഗത്തിന് കൈമാറി. കുടുംബാംഗങ്ങളുടെയും IT ഉദ്യോഗസ്ഥരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. ആത്മഹത്യയിലേക്ക് നയിച്ചത് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെന്ന് സഹോദരൻ ബാബു CJ ആരോപിച്ചു. അത് ആയിരിക്കാം, വേറെ ആൾക്ക് വേറെ ഒരു കടോ ബാധ്യതയോ അല്ലെങ്കിൽ ത്രെട്ടോ അങ്ങനത്തെ ഒന്നുമില്ല. അന്വേഷണം വേഗത്തിലാക്കാൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിർദ്ദേശം നൽകി. ആദായനികുതി വകുപ്പിന്റെ സമ്മർദ്ദത്തിനിരയാണ് റോയ് CJ എന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. അതേസമയം റെയ്ഡുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലെന്നും ഒപ്പിടാനെത്താൻ ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തതെന്നുമാണ് ആദായനികുതി വകുപ്പിന്റെ വിശദീകരണം. പോസ്റ്റ്മോർട്ടം അടക്കം കഴിയുമ്പോൾ നടന്നത് ആത്മഹത്യ എന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തുന്നത്. എന്നാൽ അതിന് കാരണമായ സമ്മർദ്ദം എന്താണ് എന്നതാണ് ഇനി വേഗത്തിൽ കണ്ടെത്തേണ്ടത്. ബംഗളൂരുവിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ഡോക്ടർ റോയ് CJയുടെ സംസ്കാരം നാളെ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബൗറിംഗ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. നാളെ വൈകിട്ട് 4 മണിക്ക് ബന്നാർഘട്ടയിലാണ് സംസ്കാരം. ബംഗളൂരുവിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയ വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ആദ്യ നിഗമനങ്ങൾ അല്പസമയം മുൻപ് പുറത്തുവിട്ടിരുന്നു. എങ്ങനെയാണ് അതിൽ വെടിവെച്ചത്, അതെങ്ങനെയാണ് മരണകാരണമായത്, അതിൻ്റെയൊക്കെ വിശദാംശങ്ങളുണ്ട്. കൂടുതലായി ഇപ്പോൾ അവിടെ നിന്ന് നൽകാനുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പ്രമുഖരൊക്കെ പങ്കെടുക്കുന്നുണ്ടോ സംസ്കാര ചടങ്ങിൽ? അനുജ, ഇന്ന് ഏതാണ്ട് 2 മണിക്കൂറിലധികം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നീണ്ടു. രാവിലെ ഏതാണ്ട് 7:45 ഈ നടപടിക്രമങ്ങൾ തുടങ്ങുന്നത്. പിന്നീട് അത് 10:30 വരെ നീണ്ടു. അതായത് 2 മണിക്കൂറിലധികം നേരം വിദഗ്ധരായ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിലാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത്. അതിൽ തന്നെ നമ്മൾ നേരത്തെ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ വാരിയലിൽ തുളച്ചു കയറി, അതായത് 5ാമത്തെ വാരിയലിൽ തുളച്ചു കയറി അകത്തേക്ക് ഹൃദയത്തിലേക്ക് വെടിയുണ്ട ചെന്ന് പതിക്കുകയാണ്. അത് പിന്നീട് തുളച്ച് പുറത്തേക്ക് പോയിട്ടില്ല, അവിടെ തന്നെയായിരുന്നു വെടിയുണ്ട ഉണ്ടായിരുന്നത്. അതിപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനിടെ പുറത്തെടുക്കുകയും അത് ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആത്മഹത്യ എന്ന രീതിയിൽ തന്നെയാണ് ഇതുവരെ വന്ന പോസ്റ്റ്മോർട്ടം അടക്കം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എന്നത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. രണ്ടാമത്തേത്, ഈ പരാതി 5 പേജുള്ള പരാതിയിൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് തന്നെ പോലീസിന് ഇന്നലെ പ്രാഥമികമായി നൽകിയ പരാതിയിലും മുറി അടച്ച് ഇരുന്നതിന് ശേഷം പിന്നീട് വാതിൽ ചവിട്ടി തുറന്നാണ് അകത്ത് വെടിയേറ്റ നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തിയത്, ഡോക്ടർ റോയിയെ കണ്ടെത്തിയത് എന്നതാണ് പറയുന്നത്. അതുകൊണ്ട് ആത്മഹത്യ തന്നെയാണ്. പക്ഷേ എന്താണ് സമ്മർദ്ദം എന്ന കാര്യത്തിലേക്കാണ് അന്വേഷണം ഇപ്പോൾ പ്രധാനമായും നീളുന്നത്. ഇതിൽ ഇന്നലെ തന്നെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരോട് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ഒരു മൊഴിയെടുപ്പ് പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. കേസ് അന്വേഷണം CIDക്ക്, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. കുടുംബം പറയുന്നത് മറ്റൊരു സമ്മർദ്ദവും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് സാമ്പത്തികമായ പ്രശ്നങ്ങളില്ല, കുടുംബപരമായ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളില്ല. ഈ ആദായ നികുതി വകുപ്പ്, ED അടക്കമുള്ള ഏജൻസികൾ നടത്തുന്ന അന്വേഷണം അദ്ദേഹത്തിന് മുകളിലുണ്ടായിരുന്നു. അത്തരത്തിലുള്ള സമ്മർദ്ദം മാത്രമാണ് എന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ രാവിലെ വിദേശത്ത് നിന്ന് എത്തി, രാവിലെ വിമാനത്താവളത്തിൽ നിന്ന് നേരെ ആശുപത്രിയിലേക്കാണ് എത്തിയത്. അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനെ, ഒരു ആദായ നികുതി വകുപ്പിലെ കൃഷ്ണപ്രസാദ് എന്നൊരു ഉദ്യോഗസ്ഥന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹമാണ് ഈ തരത്തിൽ വലിയ സമ്മർദ്ദം ചെലുത്തിയത് എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിനിടെ അദ്ദേഹത്തിന് മുകളിലുണ്ടായിരുന്ന, കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന സമ്മർദ്ദത്തിന്റെ ഒരു ആകെത്തുകയായി അദ്ദേഹം ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യേണ്ടി വന്നു എന്ന രീതിയിലാണ് കുടുംബ പരാതിയുമായി മുന്നോട്ട് പോകുന്നത്. എന്നാൽ കൊച്ചിയിലെ ആദായ നികുതി വകുപ്പ് ഓഫീസിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു വിശദീകരണം ആദായ നികുതി വകുപ്പ് വൃത്തങ്ങൾ നൽകുന്നുണ്ട്. അവർ പറയുന്നത് അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടില്ല, ഞങ്ങൾ സൗഹാർദ്ദപരമായി കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ചേംബറിലേക്ക് പോകുന്നത്. ചില ഫയലുകളും മറ്റും എടുക്കാനാണ് പോയത്. പക്ഷേ അവിടെ അദ്ദേഹം 15 മിനിറ്റോളം ഇരുന്നു. ആ സമയം വാതിൽ അടച്ചു.
പുറത്തു നിന്ന് ആരോടും തന്നെ ശല്യം ചെയ്യരുതെന്ന് അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് മരണം സംഭവിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല എന്നുള്ളൊരു പ്രതിരോധത്തിലാണ് ആദായനികുതി വകുപ്പ് നിലനിൽക്കുന്നത്. ഏതായാലും പ്രകോപനം എന്തായിരുന്നു എന്നതിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. ഡോക്ടർ റോയിയുടെ മൊബൈൽ ഫോണുകൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഡയറി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെയാണ് എന്താണ് യഥാർത്ഥത്തിൽ കാരണം എന്നത് അറിയേണ്ടത്. ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത് സൗഹാർദ്ദപരമായി കാര്യങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു, ഒരു തരത്തിലും സമ്മർദ്ദത്തിലാഴ്ത്തിയിട്ടില്ല അദ്ദേഹത്തെ എന്നുള്ളതാണ്. ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ ബംഗളൂരുവിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകുകയായിരുന്നു. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ റോയ് സിജയുടെ മരണത്തിൽ ദുരൂഹതയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഡോക്ടർ റോയിയെ പോലെ ഒരാൾ ആദായനികുതി വകുപ്പിന്റെ റെയ്ഡ് കൊണ്ട് ആത്മഹത്യ ചെയ്യില്ല എന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. ഡോക്ടർ റോയ് സിജയുടെ മരണത്തിൽ കേന്ദ്ര ഏജൻസികളുടെ സമ്മർദ്ദം സംശയിക്കുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ ആരോപിച്ചു. പ്രതികരണങ്ങളിലേക്ക്. ഏത് തരത്തിലുള്ള ഒരു ഹറാസ്മെന്റ് ആണ് അദ്ദേഹത്തിന് ഉണ്ടായത് എന്ന് വ്യക്തമല്ല. കാരണം ഒരു ഇൻകം ടാക്സ് റെയ്ഡ് സാധാരണ നടക്കുന്ന ഒരിതാണ്. ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് ഒരു വ്യവസായി അത് പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഗൗരവതരമായ അന്വേഷണം നടത്തണം. അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നിലുള്ള കാര്യത്തെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട ഏജൻസി ഗൗരവതരമായി അന്വേഷിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെയും കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള ഒരു വലിയ വ്യവസായ ശൃംഖല അത് കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഉടമ സ്വയം വെടിവെച്ച് മരണപ്പെടുന്നു എന്നുള്ളത് ഈ റെയ്ഡിൻ്റെ പശ്ചാത്തലം വെച്ചുകൊണ്ടാണ് കുടുംബാംഗങ്ങളും സഹോദരനുമെല്ലാം ഇപ്പോൾ ശക്തിയായ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത്. മറ്റൊരു വാർത്തയിലേക്ക്. കേന്ദ്ര സർക്കാരിന്റെ അതിവേഗ റെയിൽ പദ്ധതിയുമായി മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ട്. ജനങ്ങളുമായി സംവദിക്കാൻ അടുത്ത മാസം 15 മുതൽ യോഗം ചേരും. അതേസമയം ഇ ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്ന അതിവേഗ പാതയോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാരും CPIM-ഉം. എന്നാൽ പ്രായോഗിക പദ്ധതിയെങ്കിൽ പിന്തുണയ്ക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രതികരണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്നതിനിടെ അതിവേഗ റെയിൽ പ്രഖ്യാപിച്ച് നേട്ടമുണ്ടാക്കാനുള്ള സർക്കാർ നീക്കങ്ങൾക്ക് തടയിടുകയാണ് ഇ ശ്രീധരൻ. റാപ്പിഡ് റീജിയണൽ ട്രാൻസിറ്റ് സിസ്റ്റം കേരളത്തിൽ പ്രായോഗികമല്ലെന്ന് വ്യക്തമാക്കിയതോടെ സർക്കാരും CPIM-ഉം മെട്രോമാനെതിരെ തിരിഞ്ഞു. എന്നാൽ മലപ്പുറത്ത് ഓഫീസ് തുറന്ന് അതിവേഗ പാതയ്ക്കുള്ള പ്രവർത്തനങ്ങളുമായി ഇ ശ്രീധരൻ മുന്നോട്ടു പോവുകയാണ്. അടുത്ത മാസം 15 മുതൽ ജനങ്ങളുമായി നേരിട്ട് ആശയവിനിമയത്തിനായി ശ്രീധരൻ ഇറങ്ങുന്നത് BJP-യുടെ അണിയറ നീക്കത്തിന്റെ ഭാഗമാണെന്നും സൂചനയുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ഉറപ്പ് ലഭിക്കാതെ ഇ ശ്രീധരൻ അതിവേഗ റെയിലിനായി രംഗത്തിറങ്ങുമോ എന്നതിൽ സംശയമുയരുന്നുണ്ട്. നാളത്തെ കേന്ദ്ര ബജറ്റിൽ അതിവേഗ റെയിൽ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം ജനങ്ങളെ ബാധിക്കാത്ത തരത്തിലുള്ള പദ്ധതിയോട് എതിർപ്പില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ഒരു പ്രാരംഭ പഠനം നടത്താതെ ഏത് നല്ല പദ്ധതി ആര് കൊണ്ടുവന്നാലും ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കും. നല്ല പദ്ധതിയാണ്, ഞങ്ങളത് പരിശോധന നടത്തും. കേരളത്തിന് ദോഷകരമായി ബാധിക്കാത്ത, കേരളത്തിന് നല്ലത് വരുത്തുന്ന ഏത് കാര്യത്തെയും ഞങ്ങൾ പിന്തുണയ്ക്കും. ഇ ശ്രീധരൻ വിഭാവനം ചെയ്യുന്ന അതിവേഗപാത യാഥാർത്ഥ്യമായാൽ രാഷ്ട്രീയ നേട്ടം കൊയ്യാനാകില്ലെന്ന വിലയിരുത്തലിലാണ് മന്ത്രിമാരും CPIM നേതാക്കളും വിമർശനം കടുപ്പിക്കുന്നത്. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജാമ്യം തേടി ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ സുപ്രീം കോടതിയെ സമീപിച്ചു. ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി വിധിക്കെതിരെയാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. അതിനിടെ പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ SIT ഇടവരുത്തരുത് എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ തന്നെ ഗൂഢാലോചനയിലടക്കം പങ്കുണ്ടെന്ന് SIT കരുതുന്ന ആളാണ് ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയായ ഗോവർദ്ധൻ. സ്വർണ്ണപ്പാളികളിൽ നിന്ന് വേർതിരിച്ച സ്വർണം ഗോവർദ്ധൻ വാങ്ങിയെന്നാണ് SIT കണ്ടെത്തൽ. എന്നാൽ തൊണ്ടി മുതൽ കണ്ടെത്താനായിട്ടുമില്ല. ഇതടക്കം SIT കോടതിയിൽ റിപ്പോർട്ടായി നൽകിയിരുന്നു. ഇതിനിടെയാണ് ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി വിധിക്കെതിരെ ഗോവർദ്ധൻ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും തന്റെ കസ്റ്റഡിയിൽ ആവശ്യമില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഗോവർദ്ധൻ അപ്പീൽ നൽകിയിരിക്കുന്നത്. എന്നാൽ കുറ്റപത്രം വൈകിപ്പിച്ച് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിന് വഴിയൊരുക്കുന്നുവെന്ന ആക്ഷേപം ഇന്നും പ്രതിപക്ഷം ശക്തമാക്കി. കുറ്റപത്രം വൈകിപ്പിച്ചുകൊണ്ട് കുറ്റപത്രം കൊടുക്കാതെ ഈ കേസിലെ പ്രതികൾ മുഴുവൻ പുറത്തിറങ്ങാനുള്ള പണിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് SIT മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങരുത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ ചോദ്യം ചെയ്യലിൽ പ്രതികരണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി നടൻ ജയറാം. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് മാത്രമായിരുന്നു പ്രതികരണം. VSSൽ നൽകിയ കൂടുതൽ പാളികളുടെ സാമ്പിൾ പരിശോധനയ്ക്ക് ശേഷം കുറ്റപത്രം നൽകാനാണ് SIT നീക്കം. 24 തിരുവനന്തപുരം. കേന്ദ്ര ബജറ്റ് നാളെ. മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ് നാളെ. കേരളം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ.
കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തുടർച്ചയായി അവതരിപ്പിക്കുന്ന 9ാമത്തെ ബജറ്റാണ് ഇത്തവണത്തേത്. 2026-27 കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും. രാവിലെ 11 മണിക്കാണ് ബജറ്റ് അവതരണം. ഞായറാഴ്ച അവതരിപ്പിക്കുന്ന ബജറ്റ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും ആഭ്യന്തര ഉൽപാദനത്തിനും ബജറ്റിൽ പ്രാധാന്യമുണ്ടാകും. റോഡ്, റെയിൽവേ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് കാര്യമായ നീക്കിയിരിപ്പ് പ്രതീക്ഷിക്കാം. പ്രതിരോധം, കൃഷി, AI ഉൾപ്പെടെ സാങ്കേതിക മേഖലയ്ക്കും ബജറ്റിൽ മുൻഗണനയുണ്ടാകും. മുൻ വർഷങ്ങളിലേതിന് സമാനമായി സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ ഇത്തവണത്തെ ബജറ്റിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ആദായ നികുതി ഘടനയിൽ കാര്യമായ മാറ്റമുണ്ടാകാനിടയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ കൂടി ഉണ്ടാകുമോ എന്നാണ് ആകാംക്ഷ. വിഴിഞ്ഞം പദ്ധതിയുടെ അനുബന്ധ വികസനങ്ങളായ റെയിൽ കണക്ടിവിറ്റി, വ്യവസായ ഇടനാഴി ഉൾപ്പെടെ കേന്ദ്ര ബജറ്റിൽ പരിഗണനയ്ക്കായി 29 ആവശ്യങ്ങളുടെ നീണ്ട പട്ടിക സംസ്ഥാന സർക്കാർ കേന്ദ്രമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. 24 ഡൽഹി. കേന്ദ്ര ബജറ്റിൽ വലിയ പ്രതീക്ഷകളാണ് സംസ്ഥാനത്തിനുള്ളത്. എയിംസ്, വിഴിഞ്ഞം തുറമുഖത്തിന് പ്രത്യേക വിഹിതം, 21,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ്, ഇങ്ങനെ പ്രതീക്ഷകളേറെയാണ്. GST നഷ്ടപരിഹാരം പുനഃസ്ഥാപിക്കണമെന്നും വായ്പാ പരിധി ഉയർത്തണമെന്നും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടിലും കേരളത്തിന് വലിയ പ്രതീക്ഷകളാണ് ഉള്ളത്. നിരന്തരം കേന്ദ്ര അവഗണനകളുടെ കണക്കുകൾ നിരത്തുമ്പോഴും കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷയിൽ തന്നെയാണ് കേരളം. ധനവിഭവ സ്രോതസ്സുകൾ കുറഞ്ഞതിനാൽ 21,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഴിഞ്ഞത്തിനും വൻ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നു. റെയിൽവേ കണക്ടിവിറ്റി, തുറമുഖവുമായി ചേർന്നുള്ള വ്യവസായ ഇടനാഴി, മാരിടൈം ക്ലസ്റ്റർ, ഗ്രീൻ ഹൈഡ്രജൻ ഹബ് തുടങ്ങി വിവിധ മേഖലകളിലായി വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ അനുബന്ധ വികസനങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. കേരളത്തിന്റെ വായ്പാ പരിധി 0.5% കൂടി ഉയർത്തണം. GST നഷ്ടപരിഹാരം പുനഃസ്ഥാപിക്കണം. കൊമേഴ്സ് ഇടപാടുകൾക്ക് ഒരു തുറന്ന പെരുമാറ്റച്ചട്ടം കൊണ്ടുവരണം തുടങ്ങിയ ആവശ്യങ്ങളും കേരളം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എയിംസ്, ശബരി റെയിൽ എന്നിവ ഇത്തവണയും പ്രതീക്ഷയുടെ പട്ടികയിലുണ്ട്. കശുവണ്ടി, കയർ, കൈത്തറി തുടങ്ങി പരമ്പരാഗത വ്യവസായങ്ങൾക്ക് പ്രത്യേക സംരക്ഷണ പാക്കേജ്, മനുഷ്യമൃഗ സംഘർഷങ്ങൾ കുറയ്ക്കാനും കൃഷിനാശം തടയാനുമുള്ള പദ്ധതി എന്നിവയിലും പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നു. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുടെയും ക്ഷേമ പെൻഷൻ, പാർപ്പിട പദ്ധതി ഉൾപ്പെടെയുള്ളവയിലെയും കേന്ദ്രവിഹിതം വർദ്ധിപ്പിക്കണമെന്നും കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ബജറ്റിനു പുറമെ 16ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ കൂടിയാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഇത്തവണ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായി സുനേത്ര പവാർ സത്യപ്രതിജ്ഞ ചെയ്യും. ഉച്ചകഴിഞ്ഞ് ചേരുന്ന NCPയുടെ നിയമസഭാ കക്ഷി യോഗത്തിൽ സുനേത്രയെ പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കും. അതേസമയം പുതിയ രാഷ്ട്രീയ നീക്കങ്ങളെ സംബന്ധിച്ച് ഒരറിവും ലഭിച്ചിരുന്നില്ല എന്ന് ശരത് പവാർ ബാരാമതിയിൽ പറഞ്ഞു. NCPയുടെ രാജ്യസഭാംഗവും അജിത് പവാറിന്റെ ഭാര്യയുമായ സുനേത്ര പവാർ ഇന്ന് രാവിലെ തന്നെ മുംബൈയിൽ എത്തിയിട്ടുണ്ട്. ഉച്ചകഴിഞ്ഞ് 2 മണിക്കാണ് NCPയുടെ യോഗം ചേരുന്നത്. സുനേത്രയെ പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവായി പ്രഖ്യാപിച്ച് വൈകിട്ട് 5 മണിയോടെയായിരിക്കും സത്യപ്രതിജ്ഞ ഉണ്ടാവുക. അതേസമയം അജിത് പവാർ NCP ലയനം ആഗ്രഹിച്ചിരുന്നുവെന്നും അജിത് ജീവിച്ചിരുന്നെങ്കിൽ ഫെബ്രുവരി 12-ന് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമായിരുന്നുവെന്നും ശരത് പവാർ വെളിപ്പെടുത്തി. സുനേത്ര പവാറിന്റെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് അറിയില്ലെന്നും ശരത് പവാർ പ്രതികരിച്ചു. സുനേത്ര പവാർ का नाम आगे ढकेलने से पर क्या आपके परिवार के है, आपका परिवार इसमें काफी क्लोजली इन्वॉल्व है. ഇതിന് പിന്നാലെ അജിത് പവാറിന്റെ മകൻ പാർത്ഥ് ശരത് പവാറിനെ കാണാൻ ബാരാമതിയിലെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ലയന ചർച്ചകളെല്ലാം അജിത് പവാറിന്റെ മരണത്തോടെ താൽക്കാലികമായെങ്കിലും അടഞ്ഞു. ശരത് പവാർ വീണ്ടും NCP തലപ്പത്തേക്ക് വരുന്നത് തടയാനാണ് പ്രഫുൽ പട്ടേലിന്റെയും സുനിൽ തത്കരുടെയും നീക്കമെന്ന് ശരത് പവാർ പക്ഷം അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട്. അതിനിടെ ബാരാമതിയിൽ ശരത് പവാർ പക്ഷം നേതാക്കളുടെ യോഗവും ചേർന്നു. വൈകിട്ടത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ശരത് പവാറും സുപ്രിയും പങ്കെടുത്തേക്കില്ല എന്ന സംശയവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. 24 ഡൽഹി. സീറ്റ് വെച്ചുമാറാനുള്ള കോൺഗ്രസ് നീക്കത്തിന് വഴങ്ങാതെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റുകളിൽ തന്നെ മത്സരിക്കുമെന്ന് കേരള കോൺഗ്രസ് സ്റ്റേറ്റ് കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് വ്യക്തമാക്കി. ഇക്കാര്യം UDF നേതാക്കളെ അറിയിക്കും. സ്ഥാനാർത്ഥി ആരൊക്കെയാകുമെന്ന് പിന്നീട് തീരുമാനിക്കും. തൊടുപുഴയിൽ തൽസ്ഥിതി തുടരുമെന്നും അപ്പു ജോൺ ജോസഫ് പറഞ്ഞു. കേൾക്കാം. ഐക്യജനാധിപത്യ മുന്നണിയിൽ ഇന്ന് നടക്കാൻ പോകുന്ന ഉഭയകക്ഷി ചർച്ചകളിലാണ് സീറ്റിനെ കുറിച്ച് അന്തിമ തീരുമാനം ഉണ്ടാകാൻ പോകുന്നത്. 10 സീറ്റിലും പാർട്ടി മത്സരിക്കും എന്ന് തന്നെയാണ് UDFിലുള്ള പൊതുവെയുള്ള തീരുമാനം. അതിൽ
സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യത നോക്കി വേണം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ എന്നതിൽ അപ്പുറം മറ്റൊരു ചർച്ച അന്ന് അവിടെ നടന്നിട്ടില്ല. കോൺഗ്രസ് ഒരു സീറ്റും ആവശ്യപ്പെട്ടിട്ടില്ല, ഇല്ല. പക്ഷെ നിലവിൽ കേരള കോൺഗ്രസ് പാർട്ടി 10 സീറ്റുകളിൽ മത്സരിക്കും എന്ന് തന്നെയാണ് UDF-യുടെ തീരുമാനം. അത് തന്നെയാണ് ഇപ്പം നിലവിലുള്ള സാധ്യത, അതിന് തന്നെയാണ്. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, 10 സീറ്റ് എന്നതിൽ വിട്ടുവീഴ്ചയ്ക്കില്ല, എന്നാൽ ജയസാധ്യത നോക്കി ചില സീറ്റുകളെങ്കിലും വച്ചുമാറാൻ തയ്യാറാണ് എന്നൊരു നിലപാട് പാർട്ടിക്കുണ്ടോ, അതോ അവിടെയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളതാണ്? ഇന്നത്തെ ഉന്നതാധികാര സമിതി യോഗത്തിൽ എന്താണ് കൈക്കൊണ്ടിട്ടുള്ളത് തീരുമാനം? അനുജ, ഇന്നത്തെ ഹൈപ്പോർ കമ്മിറ്റിയുടെ തീരുമാനം ഇപ്പോൾ PJ ജോസഫ് തന്നെ ഇപ്പോൾ നമ്മളോട് സംസാരിക്കും. അദ്ദേഹം പ്രതികരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഐക്യജനാധിപത്യത്തിനെ വിജയിപ്പിക്കുക, VD സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ ജാഥ വിജയിപ്പിക്കുക, ഐക്യജനാധിപത്യത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രമേ നിർത്തൂ. അനുജ, PJ ജോസഫിന്റെ പ്രതികരണമാണ് നിങ്ങളിപ്പോൾ നമ്മളിപ്പോൾ കണ്ടത്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളായിരിക്കും മത്സരിക്കുക എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞ് ഇപ്പോൾ അവസാനിപ്പിച്ചത്. ഈ ഹൈപ്പവർ കമ്മിറ്റിയിൽ നിന്നും വന്ന പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്ന് പറയുന്നത് ചെയർമാനെ, അതായത് പാർട്ടി ചെയർമാനെ തന്നെ ഈ സീറ്റ് ചർച്ചകൾക്ക് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളുടെ എണ്ണം, അതുപോലെ തന്നെ വിജയിച്ച സീറ്റുകളുടെ എണ്ണം, ഇത് രണ്ടും നോക്കുമ്പോൾ കേരള കോൺഗ്രസിന് കാര്യമായിട്ടുള്ള നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ സീറ്റുകളുടെ കണക്ക് പറഞ്ഞ് കേരള കോൺഗ്രസിന് സീറ്റ് എടുക്കാൻ നോക്കണ്ട എന്നുള്ളൊരു നിലപാടാണ് കേരള കോൺഗ്രസിനുള്ളത്. എന്തായാലും ശക്തമായിട്ടുള്ള നിലപാട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം മോൻ ജോസഫ് കൂടി ചേരുന്നുണ്ട്. എന്താണ് തീരുമാനം എങ്ങനെയാണ്? 10 സീറ്റ് തന്നെ മത്സരിക്കാനാണോ? കാര്യവട്ടത്തേക്കാണ് ഇനി. കാര്യവട്ടത്ത് കളിയാരവം. ഇന്ത്യ ന്യൂസിലൻഡ് 5ാം T20 ഇന്ന് തിരുവനന്തപുരം കാര്യവട്ടത്ത് നടക്കും. രാത്രി 7-നാണ് മത്സരം. സഞ്ജു സാംസന്റെ ജന്മനാട്ടിലെ ആദ്യ അന്താരാഷ്ട്ര മത്സരം ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആരാധകർ. കാര്യവട്ടത്തെ ക്രിക്കറ്റ് ആവേശവുമായി അനിൽ വാസുദേവ് ചേരുന്നു തത്സമയം. അനിൽ, ഒരു മാസത്തിനു ശേഷം വീണ്ടും കളിയാരവം ഉയരുകയാണ് കാര്യവട്ടത്ത് നിന്ന്. ഇക്കുറി പക്ഷേ സഞ്ജു സാംസന്റെ പ്രകടനം എന്ത് എന്നത് കാണാനാണ് ആരാധകർ എത്തുക എന്നതിൽ ഒരു തർക്കവുമില്ല. അവിടെ ഇപ്പോൾ തന്നെ കാണികളൊക്കെ എത്തി തുടങ്ങുന്നുണ്ടോ? എങ്ങനെയാണ് ആവേശം? അനുജ, ഈ പറഞ്ഞതുപോലെ തന്നെ സഞ്ജുവിനെ കാണാൻ, സഞ്ജു ആദ്യമായി നമ്മുടെ നാട്ടിൽ കളിക്കുന്ന അന്താരാഷ്ട്ര മത്സരം കാണാൻ വലിയ കാണികളുടെ ഒഴുക്കാണ്. പ്രത്യേകിച്ച് ടിക്കറ്റ് വിൽപ്പനയ്ക്ക് വെച്ച് ഒറ്റ ദിവസം കൊണ്ട് 32,000 ടിക്കറ്റുകൾ വിറ്റുപോയി എന്ന് പറയുമ്പോൾ തന്നെ എത്ര കണ്ട് സഞ്ജുവിന്റെ മത്സരം കാണാൻ, ഇന്ത്യൻ ടീമിന്റെ മത്സരം കാണാൻ ആവേശമുണ്ട്. ആഘോഷമാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ആരാധകർ എന്നത് നമുക്ക് അറിയാവുന്നതാണ്. രാവിലെ 7 മണി മുതൽ തന്നെ നമ്മളിവിടെ വരുന്ന സമയത്ത് മുതൽ തന്നെ ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് വരുന്നത്. വൈകുന്നേരം 7 മണിക്കാണ് കളി. 3 മണി മുതലാണ് ആരാധകരെ അകത്തേക്കൊക്കെ തന്നെ കയറ്റിവിടുക. പക്ഷേ എന്നിട്ട് പോലും ആരാധകർ രാവിലെ മുതൽ ഇവിടെ വന്ന് കാണുന്നതാണ്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള എല്ലാവരും എത്തുന്ന കാഴ്ചയാണ്. വലിയൊരു ആവേശം വലിയൊരു ആവേശം സഞ്ജുവിന്റെ പ്രകടനത്തിനായി തന്നെയാണല്ലേ കാത്തിരിക്കുന്നത്? തീർച്ചയായിട്ടും സഞ്ജുവിന്റെ പ്രകടനത്തിനായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 4 ഇന്നിങ്സ് നമ്മൾ കണ്ടതാണ്. സഞ്ജു അത്രയ്ക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഹോം ടൗണിലുള്ള ഒരു പ്രധാനപ്പെട്ട മാച്ചാണിന്ന്. അദ്ദേഹം വളരെ നല്ലൊരു പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കും. ഇന്ന് സഞ്ജു എത്ര റൺ അടിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്? ഒരു ഹാഫ് സെഞ്ചുറി മിനിമം എങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ പാലക്കാട് നിന്ന് വന്നതാണ്. മാച്ചായിട്ട് ഞങ്ങൾ ലീവാക്കിയിട്ട് വന്നതാണ്. അപ്പൊ ഞങ്ങള് സഞ്ജുവിൽ നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. സഞ്ജു നിരാശപ്പെടുത്തില്ല എന്ന് അങ്ങനെ പ്രതീക്ഷിക്കുന്നു. പറഞ്ഞ പോലെ തന്നെ സഞ്ജുവിന് മാത്രമല്ല, ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചെങ്കിൽ പോലും ധോണിയുടെയും രോഹിത്തിന്റെയും ഒക്കെ തന്നെ ആരാധകർ എത്തിയിട്ടുണ്ട്. അവരും ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ പോസ്റ്റും ഒക്കെ തന്നെയായി ഇവിടെയുണ്ട്. എന്തായാലും വലിയ ആവേശകരമായ മത്സരം. ഇന്ത്യ 4-1 പരമ്പര തൂക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. അതാണ് ആരാധകരുടെ ആവേശം. വരും മണിക്കൂറുകളിലും നമുക്ക് അനിൽ തത്സമയം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.